അഭിമന്യു വധക്കേസിൽ പുനഃസൃഷ്ടിച്ച രേഖകൾ ഇന്ന് കോടതിക്ക് കൈമാറും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം കോടതിയുടെ സേഫ് ലോക്കറിൽ നിന്ന് നഷ്ടമായ രേഖകളുടെ പുനഃസൃഷ്ടിച്ച പകർപ്പുകളാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് പ്രോസിക്യൂഷൻ കൈമാറുന്നത്. എന്നാൽ കേസിലെ വിചാരണ നടപടികൾ ഇന്ന് ആരംഭിക്കില്ല. നിർണായക രേഖകൾ നഷ്ടമായതിലെ ആശയക്കുഴപ്പം തുടരുന്ന സാഹചര്യത്തിലാണ് അഭിമന്യു വധക്കേസിൽ വിചാരണ നീളുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് നഷ്ടമായ 13 രേഖകളും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രോസിക്യൂഷൻ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. പോലീസിന്റെയും ആശുപത്രി ഫയലുകളിലെ പകർപ്പുകളും പ്രോസിക്യൂഷൻ സൂക്ഷിച്ചിരുന്ന പകർപ്പുകളും ഉപയോഗിച്ചാണ് നഷ്ടമായ രേഖകൾ പുനഃസൃഷ്ടിച്ചിട്ടുള്ളത്. ഈ രേഖകളാണ് ഇന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിക്കുന്നത്. കോടതിക്ക് കൈമാറിയ പുനഃസൃഷ്ടിച്ച രേഖകൾ പരിശോധിക്കാൻ പ്രതിഭാഗത്തിനും അവസരമുണ്ട്. ഈ രേഖകൾ പ്രതിഭാഗം കൂടി പരിശോധിച്ച് കൈവശമുള്ള പകർപ്പുകളുമായി ഒത്തുനോക്കി എതിർപ്പുകൾ അറിയിച്ചില്ലെങ്കിൽ വൈകാതെ വിചാരണ നടപടികൾ തുടങ്ങാൻ കഴിയും. 2018 ജൂലൈ 2-നായിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവായിരുന്ന അഭിമന്യുവിനെ PFI ക്യാമ്പസ് ഫ്രണ്ട് ഭീകരവാദികൾ കുത്തിക്കൊലപ്പെടുത്തിയത്. 2018 സെപ്റ്റംബറിൽ കുറ്റപത്രവും സമർപ്പിച്ചു. എന്നാൽ പല കാരണങ്ങളാൽ വിചാരണ അനന്തമായി നീളുകയായിരുന്നു. ഇതിനിടയിലാണ് രേഖകൾ നഷ്ടമായ വിവരവും പുറത്തറിയുന്നത്. 26 പ്രതികളും 125 സാക്ഷികളുമായിരുന്നു കേസിൽ. അഭിമന്യു കേസിനൊപ്പം പ്രധാനമന്ത്രിക്ക് വധഭീഷണി ഉയർത്തിയുള്ള സന്ദേശങ്ങൾ നിരന്തരം കൈമാറിയതായി കണ്ടെത്തിയ UAP കേസിലെ രേഖകളും ഒരു ലഹരിമരുന്ന് കേസിലെ രേഖകളും കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് കാണാതായിരുന്നു. രേഖകൾ കാണാതായതിൽ പോലീസ് അന്വേഷണം ഉണ്ടായിട്ടില്ല. ജനം, കൊച്ചി.